മുഴ നീക്കം ചെയ്തപ്പോഴാണ് മനസ്സിലാകുന്നത് 2.5 കിലോയിൽ മുകളിലുള്ള ഒരു മുഴയായിരുന്നു അത്. പിന്നെ വെയിറ്റ് നോക്കിയപ്പോൾ ഒരു 6 കിലോ 7 കിലോ വെയിറ്റ് ലോസായി. അപ്പോൾ ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ ആ മുഴ എങ്ങനെ നീക്കം ചെയ്യും എന്നറിയത്തില്ലാത്ത ഒരു ഘട്ടത്തിലാണ് എന്തായാലും 10-12 മണിക്കൂർ എടുത്ത ഒരു സർജറി ആയിരുന്നു അന്ന് നടന്നത്. എൻ്റെ പേര് സണ്ണി ചെറിയാൻ, താമസിക്കുന്ന ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയിലാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 3 മാസമായിട്ട് എൻ്റെ ലെഫ്റ്റ് സൈഡിലൊരു ചെറിയ വേദന, ഒരു പ്രാവശ്യം വടം വലിച്ചപ്പം തോന്നിയതാണ്. അത് കഴിഞ്ഞ് വല്ലപ്പോഴും വേദന ഉണ്ടാകുമായിരുന്നു. അത് കഴിഞ്ഞ് സെപ്റ്റംബർ മാസത്തിലാണ് വേദന ആരംഭിക്കുന്നത്. ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്ക് കുറച്ച് തിരക്കായിപ്പോയി, ഇലക്ഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അങ്ങനെ വെയിറ്റ് നോക്കിയപ്പോൾ ഒരു 6 കിലോ 7 കിലോ വെയിറ്റ് ലോസായി. വെയിറ്റ് ലോസ് ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു ഹോൾ ബോഡി ചെക്കപ്പ് നടത്തിയേക്കാന്ന് കരുതി. ഞങ്ങൾ ഡിസംബർ മാസത്തിലാണ് ഈ കാരിത്താസ് ഹോസ്പിറ്റലിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ഫുൾ ബോഡി ചെക്കപ്പുമായിട്ട് വരുന്നത്. അന്നേരം അതിൻ്റെ അകത്ത് ലിവറിൻ്റെ അകത്ത് ഒരു അസ്വാഭാവിക മുഴ കാണുകയും അതേ തുടർന്ന് എൻ്റെ മക്കൾ 2 പേര് ഡോക്ടേഴ്സാണ്. അവരുടെ നിർദ്ദേശാനുസരണം ഞങ്ങൾ ഡോക്ടർ ദീപക് ജോർജ് സാറിനെ കാണുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ മുഴ ഒരു 15 സെൻറ്റിമീറ്റർ കൂടുതൽ വലിപ്പമുള്ള മൂളുഭാഗത്ത് രക്തധമനി ചുറ്റിയിരിക്കുന്നതെന്ന് അറിയുകയും ചെയ്തു. അങ്ങനെ ഞാൻ ഡിസംബർ 22-23 ദിവസങ്ങളിൽ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അത് കഴിഞ്ഞ് തുടർ ചികിത്സയ്ക്കായിട്ട് ഒരു 2-3 പ്രാവശ്യം കൂടെ അഡ്മിറ്റായി. ലിവറിലുള്ള മുഴ വളരെ വലിയ മുഴയാണെന്നും അത് ലിവറിൻ്റെ സെൻട്രൽ ഭാഗത്താണ്, രക്തധമനികളെ ചുറ്റിയാണ് ആ മുഴയിരിക്കുന്നത്. ഒറ്റയടിക്ക് റിമൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നും ആദ്യം അറിയിച്ചു. ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ ആ മുഴ എങ്ങനെ നീക്കം ചെയ്യും എന്നറിയത്തില്ലാത്ത ഒരു ഘട്ടത്തിലാണ് ഡോക്ടേഴ്സ് എല്ലാം കൂടെ മെഡിക്കൽ ബോർഡ് കൂടുകയും അപ്പോൾ ഇത് 2 ഘട്ടമായിട്ട് ഈ മുഴ നമുക്ക് നീക്കം ചെയ്യാമെന്ന് അറിയിക്കുകയും ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഭാഗമായിട്ട് ആ മുഴയൊന്ന് ചുരുക്കണമായിരുന്നു. അപ്പം മുഴയായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയ്ക്കാനായിട്ടുള്ള ആദ്യത്തെ ഓപ്പറേഷൻ നടന്നു. അതിനുശേഷം 16ാമത്തെ ദിവസം ഈ മുഴ നീക്കം ചെയ്യാനായിട്ടുള്ള ഓപ്പറേഷനും നടന്നു. നീക്കം ചെയ്തപ്പോഴാണ് അറിയുന്നത് 2.5 കിലോയിലധികമുള്ള ഒരു വലിയ മുഴയായിരുന്നെന്നും ആ മുഴ വളർന്ന് ഡയഫ്രത്തിൽ മുട്ടിയിരിക്കുവായിരുന്നെന്നും ഡയഫ്രമായിട്ട് ഒട്ടിയിരിക്കുമായിരുന്നെന്ന് അറിഞ്ഞത്. അപ്പോൾ ഡയഫ്രത്തിൻ്റെ കുറേ ഭാഗം കൂടി നീക്കം ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോൾ എന്തായാലും 10-12 മണിക്കൂർ എടുത്ത ഒരു സർജറി ആയിരുന്നു അന്ന് നടന്നത്. എന്നെ സംബന്ധിച്ചോളം വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഈ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വരുന്നത്. അങ്ങനെ ഓൾ ബോഡി ചെക്കപ്പിന് വന്നു കഴിഞ്ഞപ്പം ദീപക് സാറിനെ കുറിച്ച് അറിയുകയും ദീപക് സാറിനെ കുറിച്ച് ഒരാൾ പറഞ്ഞതനുസരിച്ചാണ് ഇവിടെ അദ്ദേഹത്തെ തന്നെ നമ്മൾ തിരഞ്ഞെടുത്തത്. അദ്ദേഹം വളരെ നല്ല, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ടീമും മറ്റു ഡോക്ടേഴ്സും, ഗ്യാസ്ട്രോ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ ഡോക്ടേഴ്സും വളരെ കരുതലോടുകൂടിയും വളരെ നല്ല ട്രീറ്റ്മെൻറ്റാണ് എനിക്ക് തന്നത്. ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ ദീപക് ജോസ് സാറിനെ ഞങ്ങൾ ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനായിട്ടാണ് കാണുന്നത്. അതല്ലായിരുന്നെങ്കിൽ എന്ത് മാർഗം എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം വേറൊരു മാർഗവും ഈ മുഴ നീക്കം ചെയ്യാനായിട്ടില്ലായിരുന്നു. അല്ലെ പിന്നെ ഈ മുഴ കരിച്ച്, അതായത് ഹീമോയോ റേഡിയേഷനോ കൊടുത്ത് കരിക്കാൻ മാത്രമേ നിവൃത്തിയുള്ളായിരുന്നു. അതാണ് ഒരു കുഴപ്പമില്ലാതെ റിമൂവ് ചെയ്യാൻ സാധിച്ചു. ഇവിടെ ബാക്കിയുള്ള ഡോക്ടേഴ്സ്, സ്റ്റാഫ്, നേഴ്സുമാർ, ശരിക്കും പറയാമെന്നുണ്ടെങ്കിൽ ഈ കാരിത്താസിൻ്റെ ഒരു സേവനമെന്ന് പറയുന്നത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഏതാവശ്യഘട്ടത്തിലും എല്ലാവരും, ഡോക്ടേഴ്സ് അടക്കം സ്റ്റാഫ്, നേഴ്സ് എല്ലാവരും കരുതലോടെ ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ഞങ്ങൾ ഡിസ്ചാർജായി. ഇപ്പം അടുത്ത ചെക്കപ്പിന് വന്നതാണ് ഞങ്ങൾ. ഒരു കുഴപ്പവും ഇല്ല, എല്ലാം നോർമലായിട്ട് വരുന്നു.